ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പിംഗ്. അതിനകത്ത് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പം ഒരുപാട് വലിയ വിലയുടെയോ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ തന്നെ പോയതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ലിഡിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ജസ്റ്റ് ഞാൻ അപ്പോൾ അവിടെ ഈ ഒരു മല്ലിച്ചപ്പ് ഇത് നമുക്ക് 50 പീക്ക് ഓഫറിന് ഒരു 50 പൈൻസ് കേട്ടോ, അതിന് ഓഫറിന് കണ്ടു. അപ്പോൾ ഞാൻ എന്തായാലും ചുമ്മാ മേടിച്ചേക്കാം, നമ്മുടെ വീട്ടിൽ വെക്കാം, വളരുവാണെങ്കിൽ വളരട്ടെ, പോയാൽ പോട്ടെ. അങ്ങനെ ഞാൻ മേടിച്ച് കവറിൽ നിന്നൊക്കെ എടുത്തു. നമുക്കിത് അടിയിലൊരു വേറൊരു പാത്രം വെച്ച് അതിനകത്ത് വെക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഓർത്ത് ഞാനിതങ്ങ് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചതാണ് മെയിനായിട്ട് ഞാൻ മേടിച്ചൊരു ഐറ്റം കേട്ടോ, ജാക്ക് ഫ്രൂട്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ എന്നൊരു വീഡിയോ ഇട്ടതേ ഉള്ളൂ ജാക്ക് ഫ്രൂട്ടിൻ്റെ. അപ്പം ഈ ഒരു ജാക്ക് ഫ്രൂട്ട് കണ്ടപ്പം നമുക്ക് എന്തായാലും നാട്ടിൽ പോകാത്തതുകൊണ്ട് നമുക്ക് ഈ ജാക്ക് ഫ്രൂട്ട് നമുക്ക് മിസ്സാവില്ല. ഇത് എവിടെ കണ്ടാലും നമ്മൾ അറിയാണ്ട് മേടിച്ചു. അപ്പം ഇത് ഞാൻ 2 പാക്കറ്റ് മേടിച്ചു കേട്ടോ. അടിപൊളിയല്ലേ. പിന്നെ ഞാനെടുത്തു ഒരു കാബേജ് കറി വെക്കാൻ വേണ്ടി, തോരൻ വെക്കാൻ. പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി നൂഡിൽസിൻ്റെ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് മേടിച്ചു കേട്ടോ. നമുക്കിഷ്ടമുള്ള എഗ്ഗൊക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചൈനീസ് നൂഡിൽസ്, അപ്പം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ നോക്കും. പിന്നെ മേടിച്ച പിള്ളേർക്ക് ഇഷ്ടമാണ്, ചീസ് ഇഷ്ടമാണ്, കുറച്ച് ചീസ് എടുത്തു. പിന്നെ കസ്റ്റാർഡ് ഒരു ക്രീം എടുത്തു, കാരണം കേക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരു കസ്റ്റാർഡ് എടുത്തു. പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടി ഒരു പരിപ്പ് നമ്മൾ എടുത്തു കേട്ടോ. ഇത് പെട്ടെന്ന് വേകുന്ന പരിപ്പാട്ടോ, റെഡ് സ്പ്ലിറ്റ് ലെൻറ്റിൽസ് എന്ന് പറഞ്ഞ ചുമലപ്പരിപ്പാണ്. പിന്നെ ബ്രെഡ് ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ഓടത്തില്ല, അപ്പോൾ ബ്രെഡ് എപ്പോഴും നമുക്ക് വേണം. അപ്പോൾ ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ കൂട്ട് ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫിഷ് 2 പാക്കറ്റ് എടുത്തു. പിന്നെ യോർക്ക്ഷയർ പുഡിങ്ങിൻ്റെ പൂരി പോലെയുള്ള ചെറിയ ഇതായിട്ടില്ല, യോർക്ക്ഷയർ പുഡിങ് തന്നെ ഇവിടെ UK യിലുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊരു പാക്കറ്റ് എടുത്തു. ഓൾറെഡി വീട്ടിൽ 2 പാക്കറ്റ് ഇരിപ്പുണ്ട്, അപ്പോൾ അത് ഞാൻ ഒരു പാക്കറ്റോടെ എടുത്തു. പിന്നെ ഞാനൊരു സലാഡ് എടുത്തു. അതെല്ലാ ഐറ്റംസും ഡ്രസ്സിങ് ഐറ്റംസ് എല്ലാം ഇതിനകത്ത് അവൈലബിളാണ്. അപ്പോൾ പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്. ഇത് നമ്മൾ ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അതെടുത്തു. പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനൊരു കോൺഫ്ലെക്സ് എടുത്തു. ഇത് ഹണിയുടെ ആണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കുമ്പോൾ ചുമ്മാ വേണം കഴിക്കാൻ, മെഴുക്ക് ഒഴിച്ചാലും നമുക്ക് മധുരം ഇടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ കിച്ചൺ ടവൽ ഇവിടുത്തെ ടിഷ്യൂ തീരാറായിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ഒരു പാക്കറ്റ് എടുത്തത്. നല്ല വിലയാണ് കേട്ടോ. ഇവിടെ ടിഷ്യൂസിന് എല്ലാം ഭയങ്കര വില. പിന്നെ ഞാൻ വേസ്റ്റ് ബിന്നിന് വേണ്ടിയുള്ള ബ്ലാക്ക് കവർ എടുത്തു. കുറച്ച് ഒനിയൻസ് എടുത്തു കേട്ടോ, ലൂസായിട്ട് കുറച്ച് ഒനിയൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഈ ഒരു ട്രോളിയും കൊണ്ട് മേടിച്ച് ഷോപ്പിങ്ങിൽ തന്നെ പോകുമ്പം ഞാൻ ഈ ട്രോളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, അത് വെച്ച് വലിച്ചുകൊണ്ട് വന്നാൽ മതി. നമ്മൾ ബാഗ് തൂക്കി പിടിച്ച് നമ്മുടെ ഹാൻഡ്സ് വെറുതെ എന്തിനാ നമ്മൾ വേദനിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ട്രോളി ബാഗും കൊണ്ടുപോയി കുറച്ച് സാധനം ഐറ്റംസ് നമുക്ക് വേണ്ടത് പിള്ളേർ വരും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചകപ്പഴം ഒക്കെ ആയിട്ട് മേടിച്ചു. പിന്നെ ബ്രെഡ് ഉണ്ടെങ്കിൽ സാൻഡ്വിച്ചോ എന്ത് വേണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് ടൂണയൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം അതൊക്കെ വെച്ച് സാൻഡ്വിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എഗ്ഗ് വെച്ചാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ പല ഐറ്റം ഉണ്ട്. പിന്നെ ഫിഷ് ചിപ്സ് ഇരിപ്പുണ്ട്, ഫിഷ് ആൻഡ് ചിപ്സ് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ പല ഐറ്റംസ് നമുക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എൻ്റെ ഷോപ്പിംഗ് ചെയ്യുന്ന കാണിക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ചെന്ന് ട്രോളി എടുത്ത് വീഡിയോ പിടിച്ച് മൊബൈലും ഓണാക്കി സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടായൊരു കാര്യമാണ്. ഒരാൾക്ക് തന്നെ എടുക്കാൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഫെയിൽ ആയതുകൊണ്ട് ഞാൻ അതെടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളെ കാണിക്കാം. മേടിച്ച് കുറച്ച് ഐറ്റംസൊക്കെ അല്ലേ ഉള്ളൂ, ഒന്ന് കാണിച്ചേക്കാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകാം. പലർക്കും അറിയാത്ത ഐഡിയകൾ ചിലപ്പം കാണുമ്പോൾ നിങ്ങൾക്കും തോന്നിയത് മേടിക്കാമെന്ന്, അത് മേടിക്കാമെന്നൊക്കെ തോന്നിയാലോ, അതുകൊണ്ട് മാത്രമായിട്ടൊരു വീഡിയോ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.